ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ മനോരമയും ശ്രീ ഗുരുദേവ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റും ചേർന്ന് ആദരിച്ചു. കായംകുളം കട്ടച്ചിറയിലെ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ശ്രീ ഗുരുദേവ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റും മലയാള മനോരമയും ചേർന്ന് ആദരിച്ചു. 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്കും CBSE, ICSE +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. കായംകുളം കട്ടച്ചിറയിലെ മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ രന്തീഷ് ജെ സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വേലഞ്ചിറ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഈ ട്രസ്റ്റിന് മനസ്സുകൊണ്ട് ഒരു ആഗ്രഹം വന്നു, മനോരമയായി ചേർന്ന് ഒരു ആദരവ് നൽകുന്നത് നന്നായിരിക്കുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യ കൊണ്ട് പ്രവൃത്തരാകുമെന്നുള്ള ഗുരുദേവന്റെ ആപ്തവാക്യം ഊന്നിക്കൊണ്ടാണ് ഈ ട്രസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയത് തന്നെ. 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ ട്രസ്റ്റ് ഞങ്ങൾ ഇതിന്റെ സംഘാടകരെല്ലാം കൂടി തീരുമാനിച്ച് നടപ്പാക്കിയത് തന്നെ ഈ പ്രദേശത്ത് കുറെ എഞ്ചിനീയറിംഗ് കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ച് മിടുക്കരായിട്ട് കൃഷ്ണപ്പരന്ത് പറന്നാകാശത്തേക്ക് പോയി ലോകത്തിന്റെ വലിയ മരങ്ങളിൽ ചെന്ന് അതിന്റെ ശിഖരങ്ങളിൽ പോന്ന് ചെന്നിരിക്കുന്നത് പോലെ ജോലി കരഗതമാക്കട്ടെ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ ലക്ഷ്യം നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ സാക്ഷാത്കാരത്തിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഈ ട്രസ്റ്റ് ഉണ്ടായത്. അതുപോലെ തന്നെ MIT മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ടായി. ഇതോടൊപ്പം തന്നെ ഒരു സ്കൂളുമുണ്ട്. ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക്, അവരുടെ കുട്ടികൾക്ക്, പരമ്പരകളായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യ കൊണ്ട് പ്രവൃത്തരാകുന്നുള്ള വാക്യം, ഗുരുദേവന്റെ വാക്യം നടപ്പാക്കുന്ന അന്വർത്ഥമാക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 4 വർഷം കഴിയുമ്പോൾ ഈ കുട്ടികളെ പാസ് ഔട്ടാക്കി അവരെ എംപ്ലോയി ആക്കി വിടുന്ന ഒരു തീവ്രയജ്ഞ പരിപാടിയിലാണ് ഞങ്ങളെല്ലാം കൂട്ടായിട്ട് ഇതിന് എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളൊരു ടീമായിട്ടാണ് കാര്യം. ഇവിടുത്തെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ്, ഇവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഇവിടെ കാര്യങ്ങൾ നീക്കുകയാണ്. എന്തായാലും ഈ അവസരത്തിൽ ഇങ്ങനൊരു ചടങ്ങ് നടത്താനുള്ള സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രിൻസിപ്പലിന്, അതുപോലെ ടീച്ചേഴ്സിന്, നിങ്ങളെയൊക്കെ ഇവിടെ വരുത്തി കാണാനും ഒരു ഇൻട്രാക്ഷൻ നടത്താനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായതിൽ ഞങ്ങൾ അതീവമായിട്ടുള്ള സന്തുഷ്ടരാണ്. അതിനകത്ത് മുഖ്യമായ പങ്കുവഹിച്ചത് മലയാള മനോരമയാണ്. 4 ദിവസമായി ആ പത്രത്തിൽ പാഠശാലകളെ വാർത്തെടുത്ത ട്രസ്റ്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങളെ കുറിച്ച് ട്രഷറർ S. ബാബുരാജ് സംസാരിച്ചു. കൂടാതെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പഠിക്കുവാനുള്ള അവസരവും സ്പോൺസർഷിപ്പുകളും പ്രഖ്യാപിച്ചു. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റിന്റെയും കൂടെ ഒരു ബാധ്യതയാണ്. ഇത്രയും മിടുക്കരായ കുട്ടികൾ 90+ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികളും സ്റ്റേറ്റ് സിലബസിലായാലും CBSE സിലബസിലായാലും CBSE 80-90% മാർക്ക് അവിടെ ഗ്രേഡ് സിസ്റ്റമാണ്. ആ ഗ്രേഡ് മേടിച്ചവരായാലും എല്ലാവരുടെയും, പ്രത്യേകിച്ച് അവരുടെ രക്ഷകർത്താക്കൾ, എൻ്റെ മോൻ A+ കിട്ടുമോ, എൻ്റെ മോക്ക് A+ കിട്ടുമോ, പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ റിസൾട്ട് വരുന്നവരെ അവരതിൻ്റെ ഒരു വ്യഗ്രതയിലാണ്. വന്നിരിക്കുന്ന സ്റ്റുഡൻസിൽ എൻജിനീയറിംഗിന് പഠിക്കാൻ ഇവിടെ പല കോഴ്സുകളുടെയും കാര്യങ്ങൾ ഇവിടെ കൃഷ്ണകുമാർ സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതാണ് താല്പര്യം, ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അത് നിങ്ങളുടെയും ചോയ്സാണ്. അത് കുട്ടികളും രക്ഷകർത്താക്കളുമാണ് അത് തീരുമാനിക്കുന്നത്. എൻജിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഒരു തീരുമാനമുണ്ട്. ട്രസ്റ്റിൻ്റെ വകയായിട്ട് ഒരു എൻജിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ 1 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കാൻ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ആർക്ക് താല്പര്യമുണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കുട്ടികൾ അതിനൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. ഇവിടെ രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കണം. അവർക്ക് അപേക്ഷ കൊടുക്കാം. ഇന്ന് മുതൽ, നാളെ തിങ്കളാഴ്ച മുതൽ 15-ാം തീയതി വരെ അതിന് ഡേറ്റ് ഉണ്ട്, സമയമുണ്ട്. 15-ാം തീയതിക്കുള്ളിൽ ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, അത് പ്രിൻസിപ്പലിനെ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളെയെല്ലാം ഈ ട്രസ്റ്റിൻ്റെ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത ട്രസ്റ്റ് ഏറ്റെടുക്കും. ആ സാമ്പത്തിക ബാധ്യത ട്രസ്റ്റ് ഏറ്റെടുത്താണ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിന് താല്പര്യമുള്ള കുട്ടികൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഈ ട്രസ്റ്റിൻ്റെ നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്ത നമ്പറുമായിട്ട് വന്നു കഴിഞ്ഞാൽ IEI ചെയർമാൻ എഞ്ചിനീയർ ബാലകൃഷ്ണൻ നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. Look at ISRO. Look at Chandrayaan 3. ISRO chairman
the previous, or the former ISRO chairman, Dr. S. Somnath. He did not study in any IIT. He did not study in Trivandrum Engineering College. He did not study even in what you call NITs. But he studied only in a college which is very close to you, hardly 25 to 30 kilometers away, that is TKM Engineering College. Look at the team of people, in that 4 or 5 or 6 directors who were involved with ISRO Chandrayaan. Every one of them, none of them was from CET. Most of them were only from TKM Engineering College. So that shows, you study in any college, in any place, you can be a proud winner. You can accomplish the great deeds. അസിസ്റ്റന്റ് സെക്രട്ടറി വി സദാശിവൻ, ട്രസ്റ്റ് അംഗങ്ങളായ തമ്പി പരമേശ്വരൻ, ശശിധരൻ, അച്യുതൻ, പ്രമോദ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശരത് എസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് +2 കോഴ്സിന് ശേഷം തിരഞ്ഞെടുക്കേണ്ട അഭിരുചി കോഴ്സുകളെയും തൊഴിലവസരങ്ങളെയും കുറിച്ച് വി കെ കൃഷ്ണകുമാർ സെമിനാർ നയിച്ചു. രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസ വിദഗ്ധരുമായി സംവദിക്കാനും അവസരമൊരുക്കി. ആദ്യം രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത 150 പേർക്ക് ഇയർ ബുക്ക് സൗജന്യമായി നൽകി. CDNet ന്യൂസ്, കായംകുളം.